ഗൈസ് ഇന്നിവിടെ ഇപ്പോൾ സാമ്പാർ കേട്ടോ, വെജിറ്റേറിയൻ സാമ്പാറിന് വേണ്ട എല്ലാ പീസും വെട്ടി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സാമ്പാർ നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ഇതിൽ തക്കാളി ഉണ്ട്, വഴുതനങ്ങ ഉണ്ട്, മുരിങ്ങക്കായ ഉണ്ട്, കിഴങ്ങുണ്ട്, മത്തനുണ്ട്, കുമ്പളങ്ങ ഉണ്ട്, ഗ്രീമീസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്, വഴുതനങ്ങ എല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോൾ വേറെന്താ, പിന്നെ അതിലേക്ക് കായ്, നേന്ത്രക്കായ് വാങ്ങിയ സമയത്ത് 2 ദിവസം മുമ്പ് വാങ്ങിയതാണ് 20 റുപ്യ കിലോനായിട്ട്. ഇപ്പോൾ അത് എടുത്തു നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ് പഴുത്തിക്കണം. പഴുത്തിന് 50 റുപ്യാണ്. അപ്പോൾ അതൊരു ലാഭം. അപ്പോൾ അത് പറ്റില്ല. പിന്നെ ഈ ക്യാരറ്റ് ഉണ്ടല്ലോ, ഈ സാധനം ഇതിപ്പോൾ നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല ഫ്രഷായിരിക്കും. നമ്മൾ വീട്ടിൽ കൊടുത്തിട്ട് പിറ്റേന്ന് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, നോക്കുന്ന സമയത്തൊക്കെ നനഞ്ഞിട്ട് കംപ്ലീറ്റ് ചീഞ്ഞു പോകും. അത് എന്താണെന്നറിയില്ല. ഈ ഒരു ഫീല് നിങ്ങൾക്ക് വരുന്നുണ്ടോ? ഇത് കണ്ടോ, ഈ സാധനം എത്ര ഇപ്പോൾ വേസ്റ്റാണ്. ഇതേപോലെ ഇങ്ങനെ ചീഞ്ഞു പോവുക. നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഫ്രഷായിരിക്കും. പിന്നെ ബീറ്റ്റൂട്ട് ഉപ്പേരിക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടക്ക ഇതിലേക്ക് വേണ്ടി നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇനിയിപ്പോൾ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റണം. പിന്നെ സാമ്പാർ പൊടിയുണ്ട്. പിന്നെ അതിലൊരു ഡൗട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ പരിപ്പ് നമ്മൾ ഇതിൻ്റെ കൂടെ ചോരപ്പരിപ്പാണ് ഫസ്റ്റ് ഇട്ട് വെക്കണോ, അതോ നമ്മൾ ആദ്യം ഇത് കുക്കറിലിട്ടിട്ട് വേവിക്കണോ? അത് ഈ സാമ്പാർ ഉണ്ടാക്കാൻ അറിയുന്നവരൊന്ന് പറഞ്ഞു തരണം കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ സംഭവം ഓക്കെ അല്ലേ?